ഇന്ന് നമ്മളെ നേഴ്സറിയിൽ നമ്മളെ മദർ പ്ലാന്റിനെ കൊണ്ടുവന്നതാണ്. നമ്മളെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഒരു ലോറി മുല്ല, അതായത് ഗുണ്ടുമുല്ല എന്നറിയപ്പെടുന്ന മുല്ലയാണ് ഈ കാണുന്നത്. കിടുക്കാച്ചിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന മുല്ലയാണ് ഗുണ്ടുമുല്ല. ഇതാണ് മക്കളെ ഐറ്റം. നല്ല കിടുക്കാച്ചി വെറൈറ്റി ഗുണ്ടുമുല്ല എന്നറിയപ്പെടുന്ന വെയിറ്റുള്ള മുല്ലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ തൈകളാണ്. കണ്ടില്ലേ, ഇത്രത്തോളം നമ്മൾ ഇത് തന്നെ മേടിച്ച് നമ്മൾ തന്നെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്ത് നമ്മൾ തന്നെ ഗ്രോ ബാഗിനകത്ത് സെറ്റ് ചെയ്താലും നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിനകത്ത് തെളിവാണ് ഈ കാണുന്നത്. അതാണ്ട് നമ്മളെ കൊല്ലത്തെ സൈറ്റിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ രണ്ടാംകുറ്റി നഴ്സറിയിൽ വെച്ചേക്കുന്ന പ്ലാന്റാണ് ഇത്. നമ്മളെ മദർ പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ, ഇതിനെ മദർ പ്ലാന്റാണ്. ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത്. അത് നല്ല ഉഷിരുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതെല്ലാം പറിക്കും. എന്ന് വെച്ചാൽ ഒരു ദിവസത്തോളം ഒരു 100 മൂടുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കിലോയോളം പറിക്കാൻ പറ്റും. അതായത് മുല്ലപ്പൂ പറിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരെ മുല്ലകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നിറങ്ങുന്നുണ്ട്. തമിഴ്നാട്ടിലെ മുല്ലയാണ്. അത് വള്ളി മുല്ല എന്നറിയപ്പെടുന്ന മുല്ലയാണ് കൂടുതലായിട്ട് അതിനകത്ത് വരുന്നത്. കുറ്റിമുല്ല കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ നഴ്സറിക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് അത് കണ്ട് മനസ്സിലാക്കാനും മണ്ട ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബുഷാക്കി നടത്താൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മുല്ലത്തൈയാണ്. ഇതിൻ്റെ തൈ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. കൊണ്ടുചെന്ന് ഒരു 3 ചെടി വീതം നല്ല വലിയ ചട്ടിക്കകത്തോ വലിയ ഗ്രോ ബാഗിനകത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുഷായി കിട്ടുകയും ചെയ്യും. നമുക്ക് അതിനകത്തൊരു ഗുണം ഉണ്ടാവുകയും ചെയ്യും. ദാണ്ടെ മുല്ലയുടെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദാണ്ടെ എത്രത്തോളം കനമുള്ള, അതായത് വെയിറ്റുള്ള മുല്ലപ്പൂവാണ്. കാര്യം ചില സീസണിൽ അറിയാമല്ലോ, 10, 3000, 4000, 5000 വരെ കിലോയ്ക്ക് വിലയുണ്ട്. അന്നേരം രാവിലെയും വൈകുന്നേരവും ചില സമയത്ത് പറിക്കേണ്ടി വരും. അന്നേരം അടുത്ത് ദേവാലയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലം അങ്ങനെയുള്ള അല്ലെങ്കിൽ പൂക്കടകളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ചേ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. അന്നേരം സ്വന്തമായിട്ട് കടയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇപ്പം അരളിപ്പൂ എപ്പോഴും എല്ലാ എന്താ പറയുക ദേവാലയങ്ങളിലും ഒക്കെ എടുക്കുന്നതാണ്. അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് വേവിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലുപൊടി, വെപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത കൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനകത്താണ് ഈ പ്ലാന്റിനെ വെച്ച് നമ്മൾ വളർത്തുന്നത്. മണ്ണ് കുറച്ചെടുത്തോളൂ. കാര്യം മണ്ണ് ഒരുപാടായി കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. നമ്മുടെ ടെറസൊക്കെ കാലിയായിട്ട് കിടക്കുന്ന ടെറസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ചുടുകട്ടയൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്ത് ഗ്രോ ബാഗിനകത്തോ വലിയ ചട്ടിക്കകത്തോ ഒക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് സാധനം ഈ ഒരു ഐഡിയ തന്നെ ഉപേക്ഷിച്ചേക്കുക. കാര്യം ഈ കൂട്ട് കണ്ടോ, ഈ കൂട്ടിനകത്തിട്ട് വളർത്തിയതിന് ശേഷം നല്ല കട്ട ഉണങ്ങിയ ചാണകപ്പൊടി, അതേപോലെ തന്നെ മണ്ണ് കുറച്ച്, ചുമന്ന മണ്ണ് കുറച്ച്, നാടൻ മണ്ണായാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന് ഇല മഞ്ഞളിക്കുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടി ഇൻഡോഫില്ലം 45 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ പൂ പറിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടകൾ കട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. 2 മാസമൊക്കെ കൂടുമ്പോഴത്തേക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകൾ പൊട്ട് എത്രത്തോളം ബ്രാഞ്ച് ആവുന്നു അത്രത്തോളം പൂക്കൾ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതൊന്നും റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10-100 തൈയൊക്കെ മേടിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സ്ഥലം ഉണ്ടെങ്കിൽ, കാലിപ്പുരയിടങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കൃഷിയായിട്ട്, ഒരു ഉപജീവന മാർഗമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീ ശക്തികൾക്ക് ഒരു യൂണിറ്റായിട്ടൊക്കെ തുടങ്ങുന്നതിന് ഏറ്റവും ബെസ്റ്റാണ്.